ഈ ചിത്രം ചിത്രം ബേസിക്കലി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറി എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്തവരെയും കൂടെ ഈ സിനിമ അനൗൺസ് ചെയ്തതിനു ശേഷം മീഡിയാസ് വഴി എല്ലാവരും അറിഞ്ഞും കഴിയും. അപ്പോഴേക്കും ബേസിക്കലി ദിലീപ് എന്നൊരു ആക്ടറിന്, ഒരു സ്റ്റാറിന് ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം. നമ്മളിപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ആ സിനിമ. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ. പക്ഷെ അത് എങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഇപ്പോൾ ഒരുപാട്, ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു, നമ്മളെല്ലാവരും കൂടി അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ 18 വർഷം മുമ്പ് നമ്മളിത് അറിഞ്ഞതാണ്. നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണാൻ പോകുന്നു, എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അതുപോലെ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ. അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് കോടതിയിൽ എത്തിക്കുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ്, അത് മാറ്റുകയും വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിന്, എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ സ്ഥലത്ത് വന്ന ഒരു സങ്കടം അത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് അവിടെ നടന്നത്, ആര് കാരണമാണ്, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല. നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ്, അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കാണുക, ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക, അതേ നമ്മൾ പറയുന്നുള്ളൂ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.